Hi friends, Taste മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി പുളിഞ്ചിക്ക അച്ചാറാണ്. എൻ്റെ നാട്ടിൽ ഇത് പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിന് ഇരുമ്പൻപുളി, ബിലിമ്പിക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു അടിപൊളി അച്ചാറ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ടേസ്റ്റ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്കിങ്ങും DIY ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാനിനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റും. സോ ഫ്രണ്ട്സ്, കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ ഇപ്പോൾ പുളിഞ്ചിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ പുളിഞ്ചിക്കയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതിന് ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുത്തു. പീസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചതാണ് എടുത്തത്. അപ്പോൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഉപ്പിടേണ്ടത്. നമ്മൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശത്തോടു കൂടിയാണ് ഉപ്പിട്ട് വെക്കുന്നെങ്കിൽ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ വേഗം കേടായി പോവും. അതുകൊണ്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഉപ്പിട്ടതിന് ശേഷം ഒരു മണിക്കൂർ നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കുക. അതിന് ശേഷം നമുക്കിനി ഇതിനെ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. നമ്മളെപ്പോഴും ഇരുമ്പ് പാത്രത്തിൽ അല്ലെങ്കിൽ മൺചട്ടിയിലൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലത്. കാരണം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ തനി ഒരു നാടൻ ടേസ്റ്റ് നമ്മുടെ അച്ചാറിന് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നു. ഇനി നമുക്കിതിലോട്ട് ഉലുവ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പിടി കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 75 ഗ്രാമോളം ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇതിലോട്ട് ആഡ് ചെയ്യണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിന് ഒരു ടേസ്റ്റ് തരുന്നുണ്ട്. ഞാനിവിടെ 100 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞതാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും നന്നായിട്ട് വഴണ്ട് വരണം. അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ ഇടുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എരിവ് നമ്മൾ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് സ്പൈസി ആയിട്ടുള്ള അച്ചാർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ ആഡ് ചെയ്ത പൊടികളുടെ ഒരു പച്ച ഇത് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ പൊടികളിട്ട് വഴറ്റുമ്പോൾ എപ്പോഴും ഫ്ലെയിം ലോയിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പൊടികളുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് മാറ്റി വെച്ചിരുന്ന പുളിഞ്ചിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. പുളിഞ്ചിക്ക മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അതിൽ കുറച്ച് വെള്ളം ബാക്കി വരും. അതിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ആ പുളിഞ്ചിക്കയുടെ കഷ്ണങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇതിൽ ഈ മസാലയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് നമ്മളിത് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചപ്പോൾ ഊറി ഇറങ്ങി വന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിലല്ലാതെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ഈ ഉപ്പിലിട്ട വെള്ളം മാത്രമാണ് ആഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഈ അച്ചാറിൽ ചാറില്ലെങ്കിലും നമ്മൾ 2-3 ദിവസം ഇതിങ്ങനെ തന്നെ വെക്കുമ്പോൾ ഇതിൽ വെള്ളം ഊറി ഇറങ്ങി നല്ല ആവശ്യത്തിന് ചാറ് നമ്മുടെ അച്ചാറിന് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ശർക്കരയും കൂടെ ആഡ് ചെയ്യുക. ആ ശർക്കര ആഡ് ചെയ്താലേ ഇതിൽ പുളിയുണ്ടല്ലോ, ഇരുമ്പൻപുളി എന്ന് പറയുന്നത് നല്ല പുളിയുള്ളതാണ്. അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ശർക്കര ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് നേരം നമ്മുടെ പുളിഞ്ചിക്ക വരട്ടി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് വെന്ത് അങ്ങ് ഇതായി പോകും. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വിനേഗറും കൂടെ ആഡ് ചെയ്യണം, നമ്മുടെ അച്ചാർ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ വിനേഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പുളി ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, കാരണം വിനേഗർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് പുളി ഇതിലോട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറേ ദിവസത്തേക്ക് ഇത് ചീത്താവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വിനേഗറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലോട്ട് എക്സ്ട്രാ ഉപ്പിന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചതാണ് എടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് വേണം ഉപ്പിലിട്ട് വെക്കാനായിട്ട്. അടിപൊളി നല്ല ടേസ്റ്റി നാടൻ പുളിഞ്ചിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പുളിയും എരിവും കൂടെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.